നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടി മഞ്ജു വാര്യർ. താരത്തിന്റെ സിനിമയിലേക്കുള്ള മടങ്ങിവരവ് ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ്. നടൻ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷമാണ് മഞ്ജു സിനിമാ രംഗം വിട്ടത്. ക്യാമറയ്ക്ക് മുന്നിൽ പോലും എത്താതെയാണ് ഏകദേശം 14 വർഷങ്ങളോളം മഞ്ജു മാറി നിന്നത്. മഞ്ജു തിരികെ വരണമെന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു മഞ്ജുവിന്റെ സിനിമയിലേക്കുള്ള റീ എൻട്രി. ലേഡി സൂപ്പർ സ്റ്റാറായി ആരാധകർ വാഴ്ത്തുന്ന മഞ്ജു ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഏവർക്കും പ്രിയങ്കരിയാണ്. ഇപ്പോൾ വളരെ സ്റ്റൈലിഷായി ചെറുപ്പമായ മഞ്ജുവിനെയാണ് പ്രേക്ഷകർ കാണുന്നത്. ഏവർക്കും മഞ്ജു ഒരു പ്രചോദനമാണെന്നാണ് ആരാധകർ പറയുന്നത്. അതേസമയം ഒടിയൻ എന്ന സിനിമയിലൂടെ പ്രേക്ഷകർക്ക് പരിചിതനായ സംവിധായകനായ ശ്രീകുമാർ മേനോൻ, ആഡ് ഫിലിം ഡയറക്ടറായ ശ്രീകുമാർ മേനോൻ ചെയ്ത ആദ്യ സിനിമയാണ് ഒടിയൻ. തന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒരിക്കൽ ശ്രീകുമാർ മേനോൻ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. പേടിയുടെ കടമ്പ കടക്കുമ്പോഴാണ് പേടിയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. പേടിയിൽ കൂടെ നീണ്ട 14 വർഷങ്ങൾ സഞ്ചരിച്ചു. ജീവിതം എന്താകും? ഞാൻ കാരണം ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബത്തിന്റെ ഗതി എന്താകും? എന്നെ വിശ്വസിച്ച് കല്യാണം കഴിച്ച ഭാര്യയുടെയും എൻ്റെ മകളുടെയും ഭാവി എന്താകും എന്ന പേടിയായിരുന്നു നല്ല രീതിയിൽ ആരുടെ മുന്നിലും തലകുനിക്കാതെ ജീവിച്ചു വന്ന അച്ഛനും അമ്മയും ഞാൻ കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്ന ഭയം. ഇങ്ങനെ പലതരത്തിലുള്ള ഭയങ്ങളിലൂടെ 14 വർഷം കടന്നുപോയതാണ് ഞാൻ. അവിടെ നിന്നാണ് ഈ ഒരു ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നത്. കടബാധ്യതയിൽ നിന്നും പുറത്തു കടക്കാൻ വീണ്ടും കടം വാങ്ങിക്കൂട്ടുന്നു. പലിശക്കാരുടെ മുഖം അഭിമുഖീകരിക്കാനാകാതെ അടുക്കള വാതിലിൽ കൂടെ കടന്നു വരേണ്ട സാഹചര്യം. 4:30 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു വരും. കാരണം 5 മണി മുതൽ വീട്ടിൽ എന്നെ അന്വേഷിച്ച ആൾ വരും. ആ കാലഘട്ടത്തിലൂടെ കടന്നുപോയതോടെ തനിക്ക് ആത്മധൈര്യം വന്നെന്നും ശ്രീകുമാർ മേനോൻ പറഞ്ഞിരുന്നു. ആത്മീയ ബാധയാണ് തനിക്ക് ആത്മവിശ്വാസം തന്നതെന്നും ശ്രീകുമാർ മേനോൻ പറഞ്ഞിരുന്നു. മഞ്ജുവിന് തിരിച്ചുവരവിൽ എന്നിൽ വിശ്വാസം ഉണ്ടായിരുന്നിരിക്കാം. ഞാൻ അവരെ ഉപദ്രവിക്കില്ല എന്നും നേർവഴിയെ കാണിച്ചു കൊടുക്കൂ എന്നോ ഉള്ള വിശ്വാസം ഉണ്ടായിരുന്നിരിക്കാം. ആ വിശ്വാസം കാക്കേണ്ടത് എൻ്റെ കടമയാണ്. ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റില്ല. നമ്മൾ ഒരാളോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് വാക്കു കൊടുത്താൽ അതിൽ നിന്ന് എങ്ങനെയാണ് പിന്മാറുക? പിന്മാറണമെങ്കിൽ ഞാനും അവരും തീരുമാനിക്കണം. അല്ലാതെ മൂന്നാമതൊരാൾ അവരെ ഇങ്ങനെ കാണുന്നു, നാലാമതൊരാൾ എന്നെ അങ്ങനെ കാണുന്നു എന്നതുകൊണ്ട് തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് തോന്നിയിട്ടില്ല. ഞാനത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് എനിക്ക് പ്രഷർ ഉണ്ടായില്ല. എന്നെപ്പറ്റി ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം. മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നത് പ്രധാനമല്ല. കാരണം അതിൽ നമുക്ക് നിയന്ത്രണമില്ല എന്നും ശ്രീകുമാർ മേനോൻ അന്ന് പറഞ്ഞു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സംവിധായകൻ തുറന്നു പറഞ്ഞത്. അതേസമയം 13 വർഷത്തെ ഇടവേള അവസാനിപ്പിച്ച് വീണ്ടും അഭിനയിച്ചിരിക്കുകയാണ് മധു വാര്യർ. നിവിൻ പോളി, അഖിൽ സത്യൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ചിത്രം സർവം മായയിൽ മധുവും അഭിനയിച്ചിരുന്നു. ലളിതം സുന്ദരത്തിന് ശേഷം അടുത്ത ചിത്രത്തിന്റെ പടിപ്പുരയിലാണ് മധു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി സർവം മായയിലേക്ക് എത്തിയത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം കൂടുതൽ വിശേഷങ്ങൾ പങ്കുവച്ചത്. ബിജു മേനോനെ നായകനാക്കി വീണ്ടും സിനിമ ചെയ്യാനുള്ള പ്ലാനിലാണ്. സോനു TP ആണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത്. ഹൃദയപൂർവ്വത്തിന്റെ തിരക്കഥ എഴുതാനായി സത്യൻ സാർ സോനുവിനെ വിളിച്ചിരുന്നു. അഖിൽ സത്യനായിരുന്നു കഥ എഴുതിയത്. അന്ന് സംസാരിക്കുമ്പോഴാണ് എന്നെക്കുറിച്ച് സോനു അഖിലിനോട് പറയുന്നത്. ഈ ചിത്രത്തിലേക്ക് മധുവിനെ വിളിക്കാമല്ലോ എന്ന് ആലോചിക്കുന്നത് അങ്ങനെയായിരുന്നു. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും സ്ക്രീനിൽ വരാൻ അവസരം ലഭിച്ചപ്പോൾ ആദ്യം ആശങ്കയായിരുന്നു. അഭിനയത്തിന്റെ ടച്ച് പോയിരിക്കുകയാണ്, ചെയ്തിട്ട് ശരിയായില്ല എങ്കിൽ വഴക്കൊന്നും പറഞ്ഞേക്കരുത് എന്ന് അഖിലിനോട് പറഞ്ഞിരുന്നു. അതൊന്നും കുഴപ്പമില്ല ചേട്ടാ, അതൊക്കെ ശരിയായി വന്നോളുമെന്നായിരുന്നു അഖിൽ പറഞ്ഞത്. മായാമോഹിനിയിലായിരുന്നു ഞാൻ അവസാനമായി അഭിനയിച്ചത്. ലളിതം സുന്ദരത്തിൽ ഡോക്ടറുടെ വേഷത്തിൽ വന്നിരുന്നു. ജസ്റ്റ് വിവരം പറയുന്നൊരു സീൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കോവിഡ് കാലത്തെ ഷൂട്ടായിരുന്നതിനാൽ പുറമേ നിന്ന് ആളുകളെ കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെയാണ് അത് ഞാൻ തന്നെ ചെയ്തത്. നിവിൻ പോളിയുടെ സഹോദരന്റെ വേഷത്തിലായിരുന്നു സർവമായയിൽ മധു എത്തിയത്. ദീപാങ്കുരൻ എന്ന ഹൈടെക് പൂജാരിയെക്കുറിച്ച് കൃത്യമായി അഖിൽ വിവരിച്ചു തന്നിരുന്നു. നമ്പൂതിരി ഭാഷ കേട്ട് പഠിച്ചിരുന്നു. തെറ്റുകളൊക്കെ വന്നപ്പോൾ അഖിലാണ് സഹായിച്ചത്. സംവിധായകൻ പറഞ്ഞത് അതുപോലെ ചെയ്യുകയായിരുന്നു ഞാൻ. സെറ്റ് അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല സൗഹൃദത്തോടെയാണ് പെരുമാറിയത്. സിംഗ് സൗണ്ടാണെന്ന് കേട്ടപ്പോൾ ടെൻഷനായിരുന്നു. എത്ര ടേക്ക് വേണമെങ്കിലും പോവാം, അതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട എന്ന് അവർ പറഞ്ഞിരുന്നു. ആദ്യ സിനിമ മുതൽ നിവിനുമായി പരിചയമുണ്ടായിരുന്നു. മറ്റുള്ളവരും സൗഹാർദ്ദപരമായി തന്നെയാണ് പെരുമാറിയത്. സിനിമ കണ്ട് മഞ്ജു പ്രതികരിച്ചതിനെക്കുറിച്ചും മധു പറഞ്ഞിരുന്നു. മൂവാറ്റുപുഴ പോയാണ് മഞ്ജു ഈ സിനിമ കണ്ടത്. നാട്ടിലൊന്നും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയായിരുന്നു. പണ്ടത്തെക്കാളും നന്നായിട്ടുണ്ട്, ചേട്ടൻ ഇപ്പോൾ നാച്ചുറലായി അഭിനയിക്കുന്നുണ്ട്, നല്ല മാറ്റം കാണാനുണ്ടെന്നായിരുന്നു മഞ്ജു എന്നോട് പറഞ്ഞത്. അതെനിക്ക് ആത്മവിശ്വാസം തന്ന പ്രതികരണമായിരുന്നു.
സഹോദരി എന്നതിലുപരി നല്ലൊരു അഭിനേത്രി എന്ന നിലയിൽ മഞ്ജുവിന്റെ കമന്റ് എനിക്ക് വിലപ്പെട്ടതാണ്. ഇനി അങ്ങോട്ട് അഭിനയത്തിലും സംവിധാനത്തിലും ഒരുപോലെ മുന്നേറാനാണ് തീരുമാനമെന്നും മധു വാര്യർ വ്യക്തമാക്കിയിരുന്നു. 14 വർഷത്തോളം മാറി നിന്ന മലയാള സിനിമയിൽ വീണ്ടും സജീവമായത് മാത്രമല്ല, രൂപത്തിലും ഭാവത്തിലും ജീവിത രീതികളിലുമെല്ലാം തന്റേതായ സ്റ്റൈൽ കൊണ്ടുവരാൻ മഞ്ജുവിന് സാധിച്ചു. അടുത്തിടെയാണ് താൻ ബൈക്ക് പഠിച്ചെന്ന കാര്യം മഞ്ജു പറഞ്ഞത്. ഞാൻ ബൈക്കിൽ യാത്ര പോകാറുണ്ടെന്നും താരം വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രയുടെ വീഡിയോ മഞ്ജു പങ്കുവച്ചിരുന്നു. ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് വാസ്, ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഈസ്, ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് വിൽ ബി എന്ന വരികളോടെയാണ് വീഡിയോ പങ്കുവച്ചത്. അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത്. മഞ്ജുവിന്റെ മാറ്റത്തിൽ അത്ഭുതവും സ്നേഹവും പങ്കുവയ്ക്കുന്ന ആളുകളാണ്. ഒരു കാലത്ത് കൂട്ടിൽ അടച്ചിരുന്ന കിളിയാണിതെന്ന് പാറി പറന്ന് നടക്കുന്നതെന്നാണ് കമന്റുകളിലേറെയും. ജനപ്രിയന്റെ ഭാര്യ എന്ന ലേബലും കോടികളുടെ ആസ്തിയും നോക്കിയിരുന്നുവെങ്കിൽ ജീവിതം വെറും നരകം മാത്രമായേനെ എന്നാണ് ഒരാൾ കുറിച്ചത്. ദിലീപിന്റെ ഭാര്യ എന്ന പോസ്റ്റിൽ നിന്നിറങ്ങി വരാൻ കാണിച്ച ധൈര്യം, അതാണ് നിന്റെ ജീവിതം മാറ്റിയത്. ആ ധൈര്യമാണ് കേരളത്തിലെ പല പെൺകുട്ടികൾക്കും ഇല്ലാത്തത് എന്നായിരുന്നു മറ്റൊരു കമന്റ്. ചില കമന്റുകൾ ഇങ്ങനെ: അതെ, വിവാഹം എന്ന ആ മതിൽക്കെട്ട് മറികടക്കാൻ ഒരു പെണ്ണും ആഗ്രഹിക്കില്ല. പക്ഷേ അവളുടെ അനുഭവങ്ങൾ അവളെ അതിനായി സജ്ജമാക്കുമ്പോൾ അവൾ അവിടെ നിന്നും ഇറങ്ങുന്നത് ചങ്ക് പൊടിയുന്ന വേദനയോടെയാകും. പക്ഷേ അതിനുശേഷം അവൾക്ക് ചിറകുകൾ മുളയ്ക്കും. നല്ല അഗ്നിച്ചിറകുകൾ എങ്ങനെ നടന്ന പെണ്ണാണ്. ഇന്ന് നോക്കിക്കേ, പറപ്പിച്ചു പോകുന്ന പോക്കെ. എന്റെ പെണ്ണെ, നീ ഇങ്ങനെ പറന്നു പോകുന്നത് കാണാൻ എന്തൊരു സുന്ദരമാണ്. നിന്നെ പോലെ നീ മാത്രം. ഐ റെസ്പെക്ട് യു. അയൺ ലേഡി. ആ ഫ്രോഡിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോഴേ നിങ്ങൾ വിജയിച്ചു. നിങ്ങളുടെ സന്തോഷകരമായ ജീവിതം തിരികെ കിട്ടി. പറക്കണം, പാഠമാവണം. ആത്മാഭിമാനമുള്ള പെണ്ണൊരുത്തി. സഹനപർവമേറി കുടുംബജീവിതം ഹോമിച്ച മാലാഖമാരെക്കാൾ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്ന താങ്കൾ 1000 പെണ്ണുങ്ങൾക്ക് പ്രചോദനമാകട്ടെ. അത്തരം ധൈര്യമുള്ള ഒരാൾ വിമാനം ഓടിച്ചാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം കേരളത്തിൽ പലരും മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് നേടാനായി ജീവിക്കുന്നവരാണ്. നീ നിന്നെ തന്നെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകൂ. ഓരോ നിമിഷത്തിലും ഓരോ മലയാള സ്ത്രീക്കും പ്രായഭേദമന്യേ മാതൃകയാവുന്ന മലയാളത്തിന്റെ ഉരുക്ക് വനിത. അഭിമാനത്തോടെ, തെല്ലസൂയയോടെ ഞാൻ അടങ്ങുന്ന സമൂഹം നിങ്ങളിൽ അഭിമാനിക്കുന്നു. ഇനിയും ഇതുപോലെ അഗ്നിച്ചിറക് വിരിച്ചു പറക്കുവിൻ. അതിരുകൾ ഭേദിച്ച് ചിറക് വിടർത്തി പറക്കുന്ന പക്ഷി. ഇതാണ് പെണ്ണ്. ഇങ്ങനെ ആവണം. എന്തൊക്കെ പ്രതിസന്ധി നേരിട്ടാലും അതിനെയൊക്കെ തരണം ചെയ്ത് ലൈഫ് ഹാപ്പിയായി കൊണ്ടുപോകണം. ലവ് യു ചേച്ചി. ഇങ്ങനെ പോകുന്നു കമന്റുകൾ. പതിവ് പോലെ തന്നെ കമന്റുകൾക്കൊന്നും മഞ്ജു മറുപടി നൽകിയിട്ടില്ല. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.